നമ്മൾ വാർത്തകളിൽ കാണുന്നത് നമ്മുടെ യൂസുഫ് അലിക്കായെ ED നോട്ടീസ് അയച്ചു, അല്ലെങ്കിൽ അങ്ങനെ അയച്ചു. പിന്നെ അതുകൂടാതെ സ്വപ്ന സുരേഷിൻ്റെ ചാറ്റുകളിലെ പരാമർശം, അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ മനുഷ്യനൊരു അത്ഭുതമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹം ബഹുസ്വരതയുടെ നടുവിൽ ഒരു നല്ല വ്യവസായിയായി ജീവിക്കുന്നതോടൊപ്പം അദ്ദേഹം സന്ദർശിക്കുന്ന സ്ഥലങ്ങളിലും പങ്കെടുക്കുന്ന പരിപാടികളിലുമൊക്കെ തൻ്റെ വിശ്വാസം അത് അടിയുറപ്പിച്ചു പറയാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. അക്ഷർധാം എന്ന് പറയുന്ന ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നായ അഹമ്മദാബാദിലെ ആ ക്ഷേത്രത്തിലെ പരിപാടിക്ക് ചീഫ് ഗസ്റ്റായി അവർ ക്ഷണിച്ചത് യൂസുഫ് അലിക്കയാണ്. അദ്ദേഹം അവിടെ പോയതും പറഞ്ഞതും വളരെ പ്രസക്തമാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ വ്യത്യസ്ത തരങ്ങളിലുള്ള മുസ്ലിം മനുഷ്യരുണ്ട്. അവരെയൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ചിലരൊക്കെ സമ്പത്തൊക്കെ കുറേ ആയി കഴിയുമ്പോൾ പിന്നെ അവർ വേദികൾക്കനുസരിച്ചും സാഹചര്യങ്ങൾക്കനുസരിച്ചുമൊക്കെ സംസാരിക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി താൻ ഏത് ബഹുസ്വരതയുടെ നടുവിലായിരുന്നാലും ഏത് മതവിഭാഗത്തിൻ്റെ ചടങ്ങിലായിരുന്നാലും ആ ചടങ്ങിലെല്ലാം തന്നെ തൻ്റെ വിശ്വാസം എന്താണെന്ന് ഉറക്കെ പറയാൻ മടിയില്ലാത്തൊരാളാണ് ഈ യൂസുഫ് അലി എന്ന് പറയുന്ന മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വെച്ച് എൻ്റെ സുഹൃത്തു കൂടിയായ പ്രിയപ്പെട്ട ഗുരുരത്ന സ്വാമിജിയുടെ ശാന്തിഗിരി ആശ്രമത്തിലെ ഒരു പരിപാടിയിൽ കാണാൻ പോയിരുന്നു, കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗം ഞാൻ കേട്ടിരുന്നു. ശാന്തിഗിരി ആശ്രമം സ്വാമിമാരുടെ ഹൈന്ദവ മതവിശ്വാസത്തിൻ്റെ സന്യാസി വര്യന്മാരുടെയും അതുപോലെയുള്ള വിദ്യാർത്ഥികളുമൊക്കെ പഠിക്കുന്നൊരിടമാണ്. അവിടെയും അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ്. അക്ഷർധാം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ അവിടെ മുഖ്യ അതിഥിയായി യൂസുഫ് അലിയെ ക്ഷണിച്ചു. അഹമ്മദാബാദിലാണ് ക്ഷേത്രം, ഗുജറാത്താണ് സംസ്ഥാനം. അവിടെ അദ്ദേഹം മുഖ്യ അതിഥിയായി പോയതും അവിടുത്തെ പ്രധാനപ്പെട്ട സ്വാമിമാരോട് അദ്ദേഹം ആശയവിനിമയം നടത്തിയതും വളരെ ഗംഭീരമായാണ്. അതിൻ്റെ വീഡിയോ ഒന്ന് കാണാം. बिस्मिल्लाहिर्रहमानिर्रहीम। आपको शांति हो गई, आपको सुखी हो गई, सब दुनिया को सुखी हो, सब साथ में दिल के देवी। ये अपना भारत और ऊपर आने दो बस। we believe God is one. The in Quran tells Rabbul Alameen is Allah, God is one for everybody. അക്ഷർധാം ക്ഷേത്രത്തിലെ സന്ദർശനത്തിൻ്റെ വീഡിയോ ക്ലിപ്പാണ് കണ്ടത്. അവിടെ ഗസ്റ്റായി അദ്ദേഹം പോയതാണ്. പക്ഷേ അവിടെ പോകുമ്പോഴും അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ സന്ദേശമാണ് അവരോട് പറയുന്നത്. ഒരുപക്ഷെ വേഷങ്ങൾക്കും അല്ലെങ്കിൽ അത്തരം വേഷഭൂഷാദികൾക്കപ്പുറത്ത് തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആ വിശ്വാസം ഉറക്കെ പറയാൻ ഏത് വേദിയിലും അദ്ദേഹത്തിനൊരു മടിയുമില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ സ്നേഹവും സാഹോദര്യവും സഹവർത്തിത്വവും ബഹുസ്വരതയുമൊക്കെ ചേർത്ത് വെക്കുമ്പോഴും തൻ്റെ വിശ്വാസം, അതിൻ്റെ കാതൽ, അതിൻ്റെ കാമ്പ്, അത് മറ്റിതര വിശ്വാസങ്ങളോടുള്ള സമുന്നയത്തിൻ്റെ തലങ്ങൾ ഏറ്റവും മനോഹരമായി യൂസുഫ് അലി പങ്കുവെക്കുന്നു. അതെ, അദ്ദേഹം ഈ മതത്തിൻ്റെ ആശയങ്ങളുടെ ഒരു സന്ദേശവാഹകനാണ്, ഒരു അംബാസിഡറാണ്. അത് എവിടെയും അദ്ദേഹം പറയുന്നു എന്നുള്ളത് പലയിടത്തും ഞാൻ സാക്ഷിയായിട്ടുള്ളതുമാണ്.